ഈ വിങ്കാ റോസ് ഉണ്ടല്ലോ, കുറച്ച് ദിവസമായി ഒരേ കരച്ചിൽ, എന്നെ ഒരു മരമാക്കുമോ എന്നെ ഒരു മരമാക്കുമോ എന്ന് ചോദിച്ചു. എങ്ങനെ നമുക്ക് ഈ കരച്ചിൽ കേൾക്കാതിരിക്കാൻ പറ്റണം? എന്നാൽ പിന്നെ അങ്ങോട്ട് മരമാക്കി കളയാമെന്ന് കരുതി. ഇതാ നല്ലൊരു സെവനപ്പിൻ്റെ വലിയ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഹോളിട്ടിട്ട് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണക്കയിലയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ആദ്യമേ തന്നെ ഇതാ കോസ്റ്റ് ഗാർഡിൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന വലിയ വാഗമരത്തിൽ നിന്ന് വീണ ഉണക്കലകളാണ് കേട്ടോ. നമ്മുടെ വളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വളർന്ന് നിൽക്കണതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഇല നമുക്ക് തന്നെ വളമാകട്ടെ അല്ലേ, അതല്ലേ ഒരു മര്യാദ. അപ്പം ഞാൻ ഉണക്കലേക്ക് ഇട്ട് പോട്ട് മിക്സ് ഇട്ട് വിങ്കാ റോസിനെ ഇതിലേക്ക് പറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ 2 കമ്പും കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇലകളൊക്കെ താഴെയുള്ള ഇലകളൊക്കെ പറിച്ച് കളഞ്ഞിട്ടാണ് വെക്കുന്നത്. എന്നിട്ടൊരു ചരട് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിന് നീളം പോരാ. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു കഷ്ണം കൂടി എടുത്തിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടാ. എന്നിട്ട് അതും കൂടി ചേർത്ത് അതിൻ്റെ ചെടിയുടെ അത്രയും നീളത്തിൽ തന്നെ വെച്ച് അതൊന്ന് നല്ലപോലെ ഒന്ന് പ്ലാസ്റ്റിക് കയർ വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ല, തലപ്പ് വെട്ടിയിട്ടില്ല. കാരണം ആദ്യമേ ഇതിൻ്റെ വേര് ഇപ്പോൾ പുതിയ മണ്ണിലേക്കൊന്ന് പിടിക്കട്ടെ. പിടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് മുകളിൽ പ്രൂൺ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് വേറെ വരുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ വിങ്കാ റോസിൻ്റെ കരച്ചിൽ ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിട്ടാ. നമുക്കിത് മരമായി വരുമ്പം ഇതിൻ്റെ അപ്ഡേഷനൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം മറന്നുപോയി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.